എലീന. അയ്യോ ലോലൻ വരൂ. ഞാൻ വിചാരിച്ചു ഭയങ്കര മസിലൊക്കെ കുറിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നപ്പോഴേ. ഇല്ല പേടിക്കണ്ട, ലുക്ക് മാത്രമേ ഉള്ളൂ. ലുക്ക് മാത്രമേ ഉള്ളൂ. മാർഷൽ ആർട്സുകാരുടെ ഒക്കെ ഇതില്ലേ? ബാബു ആന്റണി. ബാബു ആന്റണി 90s ലുക്ക് ഒക്കെ അല്ലേ? ജൂഡോ കരാട്ടെ എന്നൊക്കെ. മാർഷൽ ആർട്സ് വല്ലതും പഠിക്കണ്ടോ? ഇല്ല മാർഷൽ ആർട്ട് പഠിക്കുന്നില്ല. മുടി മാത്രം റാഷിയുടെ ഫേസ് ഭയങ്കര ഫെമിലിയർ ആണല്ലോ. ചെറുതായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ചെറിയായിട്ട്. നോ വണ്ടർ. ശരി, എങ്ങനെയാണ് അപ്പൊ നമ്മൾ തുടങ്ങുന്നത്? എന്താ ആരുടെ വോയിസ് എടുത്താ തുടങ്ങുന്നത്? ഈ കുറച്ച് സിനിമ താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളും കായിക താരങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് പൊളിച്ചു. അപ്പൊ അതില് ശ്രീകണ്ഠൻ നായർ സാറ് തൊട്ട് റിയാസ് ഖാൻ, സഞ്ജു, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുറച്ച് സ്പീഡായിട്ട് ഇങ്ങനെ ചെയിനായിട്ട് പോകുന്നതാണ്. അപ്പോ ശ്രമമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ന് മണാലിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. നമ്മുടെ കൂടെ കുറച്ച് ഇന്ന് സിനിമാ താരങ്ങളും കുറച്ച് കായിക താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലർക്കും പല അഭിപ്രായമാണ് നമ്മുടെ യാത്രയെക്കുറിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായി ചോദിച്ചു വരാം. ആദ്യം വന്നിരിക്കുന്നത് സഞ്ജുവാണ്. ശ്രീ സഞ്ജു സാംസൺ, എന്തൊക്കെയാണ് പറയാനുള്ളത്? അല്ലാണ്ട് നമ്മൾ അങ്ങനെ നോക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ മണാലിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് നടക്കുന്ന തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അവിടെ കളിക്കുമ്പോൾ വിയർക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ ഭയങ്കര തണുപ്പാണല്ലോ. പിന്നെ അവിടെ ഒരുപാട് കളിക്കാരൊക്കെ ഉള്ളല്ലേ ഏട്ടാ. മൈഡിയർ സഞ്ജു, മണാലിയിൽ മാത്രമാണോ കളിക്കാറുള്ളത്? കേരളത്തിൽ ആർക്കും കളിക്കാൻ അറിയില്ലെന്നാണോ സഞ്ജു പറഞ്ഞു വരുന്നത്? ഇല്ല ഏട്ടാ, ഞാൻ ആ കളിയല്ലേ ഉദ്ദേശിച്ച്. സഞ്ജു, കളി ഏതോ ആവട്ടെ, എല്ലാരും കളിച്ചു വളരുക. എല്ലാരും കളിച്ചു കയറി വാ. കളിക്കാനുള്ള കപ്പയോ കൊഞ്ചോ സോറി പ്രോട്ടീൻ പൗഡറോ എല്ലാം എന്റെ ചെലവ്. എല്ലാരും കളിച്ചു കയറി വാ. അപ്പൊ ഇനി ഒരുപാട് ആൾക്കാരൊക്കെ വരാനുള്ളത്. മലയാളത്തിൽ സിനിമയിൽ നിന്ന് ഒരു യുവ നടൻ ആസിഫ് അലി വന്നിരിക്കുകയാണ്. ചോദിക്കാം, ശ്രീ ആസിഫ് അലി, എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എന്റെ ഏഞ്ചലിനോട് കളിക്കാൻ പറ്റില്ല പോയി. സോറി, ട്രിപ്പിന് വരാൻ പറ്റില്ല പോയി. പിന്നെ നീ വന്നിട്ട് അവിടെ ഒന്നും ചെയ്യാറില്ല, ഒന്ന് പോടേ. ബൈജു അവിടെ ഇരിക്കും. ഓരോരുത്തരും ചോദിച്ചു വരില്ലേ, ബൈജു ഇടയ്ക്ക് സംസാരിക്കില്ലേ? ബൈജും സംസാരിക്കാൻ അവസരം ഞാൻ തരാം. ആസിഫ് അലി മാത്രമല്ല, മലയാളത്തിൽ നിന്ന് മറ്റൊരു യുവ നടൻ ദുൽഖർ സൽമാൻ വന്നിരിക്കുകയാണ്. ചോദിക്കാം, ശ്രീ ദുൽഖർ സൽമാൻ, എന്തൊക്കെയാണ് നമ്മുടെ ഈ മണാലി ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണാലിയാണെങ്കിൽ എന്നെ വ്യാപിച്ച ലേറ്റസ്റ്റ് ട്രാവൽ ഞാൻ സ്പോൺസർ ചെയ്യാം. സോ എന്താ പറയുന്നു, ഹാപ്പി അല്ലേ? ദുൽഖർ സൽമാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മളെല്ലാവരും മമ്മൂക്കയുടെ വണ്ടിയിലാണല്ലോ മണാലി ട്രിപ്പ് പോകുന്നത്. ഒരുപാട് സന്തോഷം. മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ ഈ യാത്രയിൽ വരുന്നുണ്ട്. അദ്ദേഹം വലിയൊരു സഞ്ചാരി കൂടിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ യാത്ര പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ബഡ്ജറ്റിനെ പറ്റിയാണ്. പിന്നെയാണ് നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റി പ്ലാൻ ചെയ്യേണ്ടത്. ഭാസ്കര, ബഡ്ജറ്റൊക്കെ എന്റെ കപ്പയോ കൊഞ്ചോ യവൻ കുറെ നേരം അവന്റെ കപ്പയും കൊഞ്ചോ ഒന്ന് പോടേ. ബൈജു രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. ബൈജു അവിടെ ഇരിക്കും. ഓരോരുത്തരും ചോദിച്ചവരല്ലേ, ബൈജു എടുക്കാറ് സംസാരിക്കില്ലേ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യം വന്നിരിക്കുന്നത് കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു ചാനലാണ് M4Tech. അതിൽ ജിയോ മച്ചനാണ് വന്നിരിക്കുന്നത്. ചോദിക്കാം, ശ്രീ ജിയോ മച്ചൻ, എന്തൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഹായ് മച്ചന്മാരിലേക്ക് M4Techലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നും മമ്മൂക്കയുടെ വണ്ടിയാണ് പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു ചാനലാണ് ഫിറോസ് ചുറ്റിപ്പാറ. നമ്മുടെ വില്ലേജ് ഫുഡ് ബ്ലോഗറായ ഫിറോസ് ഭായ് വന്നിട്ടുണ്ട്. ചോദിക്കാം, ഫിറോസ് ഭായ്, താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെയാണ് ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ മമ്മൂക്ക നമുക്ക് വേണ്ടി ട്രാവൽ സ്പോൺസറിക്കാം. മമ്മൂക്കോട് നമ്മൾ ഒട്ടകം കുറിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഫിറോസ് ഭായ്. കാരണം മമ്മൂക്ക പോലൊരു വ്യക്തിക്ക് ഒട്ടകം നമ്മൾ മുഖേന കിട്ടുമല്ലോ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇവർ രണ്ടുപേരും മാത്രമല്ല, എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ യാത്രയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് വർക്കി. ആറാട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. ഓക്കെ, ആറാട്ടൻ പറയും, എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? നിത്യമനുണ്ടോ, പഞ്ചുപാരിയുണ്ടോ, ചൗബിനുണ്ടോ? ചൗബിനുണ്ട്. ഇപ്പൊ ഞാൻ പറ്റില്ല. ചൗബിനെടുക്കുന്ന ജാടയാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. മലയാള സിനിമയിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാറാണ് വന്നിരിക്കുന്നത്, ജയറാമിന് എന്തൊക്കെയാണ് പറയേണ്ടത്? നമുക്ക് കേട്ടു നോക്കാം. ജയറാമിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? അയ്യോ, എല്ലാവർക്കും നമസ്കാരം. വല്ല പട്ടിയോ പൂച്ചായിരുന്നു കൊണ്ട് കളയായിരുന്നു. ആറാട്ടണനായി പോയില്ലേ? ഇരിക്കട്ടെന്നേ, നമുക്ക് വല്ലതും മിണ്ടി പറഞ്ഞൊക്കെ പോവാന്നേ. ജയറാമിന്റെ സൂപ്പറാണ്. അയ്യോ, ചിരിക്കണ കണ്ടില്ലേ ശവം. ഓക്കെ, ബൈജു കുറെ നേരം ടെൻഷനിലാണല്ലോ. ബൈജു, താങ്കൾക്ക് എന്താണ് കുറെ നേരമായി എന്തോ പറയാനിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി. വണ്ടി തട്ടിയെന്നാണ് ബൈജു പറയുന്നത്. അതിനെപ്പറ്റി M4Tech എന്തോ ബ്ലോഗ് എടുക്കുകയാണ്. അപ്പൊ മച്ചന്മാരെ, നമ്മളെ വണ്ടി തട്ടിയിരിക്കുകയാണ്. നമുക്കിന്ന് പോകാൻ പറ്റും തോന്നില്ല മച്ചന്മാരെ. അയ്യോ, നിന്റെ കരിനാക്ക് വളച്ചൊന്നും പറയലടാ പട്ടി. ഓക്കെ, എന്തൊക്കെയായാലും ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളോട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിലേക്ക് ശ്രീ ബോബി ചെമ്മണ്ണൂർ മറഡോണയെ കൊണ്ടുവന്നുവാണെങ്കിൽ ഇപ്രാവശ്യം സാക്ഷാൽ മെസ്സി വരെ നമ്മുടെ യാത്രയിലുണ്ട്. മെസ്സിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മെസ്സിയോട് ചോദിക്കാം, മെസ്സിയുടെ ഭാഷത്തിന് എന്തെങ്കിലും പറയട്ടെ? La verdad que sí, que lindo, Sarbole, Samolino para Bolo, para equipo, para gente y... ഓക്കെ, മെസ്സി എന്തൊക്കെ പറഞ്ഞു? മെസ്സിയോട് മാത്രം ചോദിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് മലയാളിക്കൊന്നും മനസ്സിലായി കാണില്ല. മെസ്സിയുടെ പുറകെ കുറെ നേരമായി സന്തോഷ് വർക്കി എന്തോ പറയുകയാണല്ലോ. ആറാട്ടണ്ണൻ, മെസ്സി സൂപ്പറാണോ? മെസ്സിയുടെ വലിയ ഫാനാ ഞാൻ. ഒരു സെൽഫി എടുത്തോട്ടെ?
Camina, bobo. Camina, bobo. അത് പക്ഷേ ബോബോ മെസ്സി കൊടുക്കുന്ന ജാടയാണ്. ആ മെസ്സിയുടെ കയ്യിൽ നിന്ന് 6 ടൺ നിർത്തി കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. എന്തൊക്കെയായാലും ആ സമയത്തിന്റെ പരിമിതി കൊണ്ടും എന്തൊക്കെയായാലും ഞാൻ നിർത്തിയാണ്. കാരണം എനിക്ക് രാവിലെ മോർണിംഗ് ഷോ വായിക്കാനുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. കിഡിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എത്ര പേരുടെ വോയിസ് ആണ് ഒറ്റ സ്ട്രെച്ചില് ചെയ്തേന്നുള്ളത്. അതും നമുക്ക് ഇന്ന ആളാണോ എന്നുള്ള ഒരു ഫീലിംഗ് പോലും വരുത്തിയില്ല അല്ലെ. എല്ലാം ഗംഭീര വോയിസുകളായിരുന്നു. എന്ത് പറയുന്നു ശ്വേത? നല്ല ഫാസ്റ്റ് ആയിരുന്നു. ഫാസ്റ്റ് അതൊരു കഥ പോലെ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് എണ്ണീട്ടുമില്ല. ബിക്കോസ് അത് അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മൂപ്പര്. ഭയങ്കര ആക്ച്വലി നമ്മളും ഇങ്ങനെ കണക്റ്റഡ് ആയി. പ്രതീക്ഷിക്കാത്ത കുറെ പുതിയ ആൾക്കാരുടെ ശബ്ദവും കേൾക്കാൻ സാധിച്ചു. ഇതുപോലെ വളരെയധികം വൈറലായിട്ടുള്ള നമുക്കധികം ഇഷ്ടമുള്ള ഒത്തിരി സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഒക്കെ കേൾക്കാൻ സാധിച്ചു കേട്ടോ. അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അടിപൊളി. സൂപ്പർ. എന്താ ചെയ്യുന്നത് ശരിക്കും? എന്നാ ചെയ്യുന്നേ? ശരിക്കും ഞാൻ ചെറിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എഡിറ്റർ ആണ്. അപ്പൊ എഡിറ്റിംഗ് വർക്കും ചെയ്യുന്നുണ്ട്. സ്ഥലം എവിടെയാ? സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡ്. കാസർഗോഡ് ഏടാ? കുറെ നേരമല്ലോ ഒന്ന് കണ്ടിട്ടേ ഇല്ലല്ലോ. ഇല്ല, ഞാൻ നീ മിണ്ടെന്നാണ് പറഞ്ഞ ഞാൻ വെച്ച് നീ വേറെ റെഡി വന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ. ഇല്ല, ഞാൻ കണ്ടിന് ചെറുങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായി. പിന്നെ ഞാൻ കാസർഗോഡ് ഏടാ? കാസർഗോഡ് മൊഗ്രാലറിയോ? യാ അല്ല, ഞാൻ എന്റെ അപ്പുറത്ത് പെരുമ്പി അല്ല, നായമാർമനുള്ളിലേക്ക് പോയില്ലേ ആടന്റെ വീട്. ആടൻ. അപ്പൊ അങ്ങനത്തെ കഥ. എന്തിന്റെ ബിസി നീ ചെല്ലറോ? നീ ഇവിടെ വന്നിട്ട് ഇങ്ങ പറയ്, കാസർഗോഡ് വിഷയല്ലേ പറയ്. ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോ ഞാൻ പറഞ്ഞേ നല്ല രസാ കാണാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഫസ്റ്റ് റാഷി എൻട്രി ചെയ്തപ്പോ ഇവിടെ ആഹാ സൂപ്പർ. കൊള്ളാം. എനിക്കറിയാം. കാസർഗോഡ് കണ്ടപ്പോ മനസ്സിലാവുന്നല്ല. നിങ്ങൾ ഇത്ര അടുത്തുണ്ടായിട്ട് ഇപ്പോഴാണോ കാണുന്നേ? അറിഞ്ഞിട്ടാ ആൾക്ക് അറിയാവുന്നതാണോ? കാസർഗോഡ് ആളെന്ന് അറിഞ്ഞിട്ടാ ലുക്ക് കണ്ടിട്ട്. ആണോ? അല്ല, സാധാരണ കാസർഗോഡ് ആമ്പിള്ളരും പെമ്പിള്ളരും ഞാൻ മുഞ്ചാണ് നല്ല പാങ്ങ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇവൻ വന്നപ്പോ ഞാൻ പറഞ്ഞ അഖിലേട്ടന്റെ അടുത്ത് നല്ല പാങ്ങുണ്ട്. നല്ല പാകമാണ് കാണാൻ. പാങ്ങുണ്ട്, ചേലുണ്ട്. പാങ്ങ് ആരല്ലടാ പൊരയിലില്ലേ? പോരയില് ഉമ്മ ഉപ്പ, വീട്ടില് പിന്നെ 3 അനിയന്മാർ, 1 അനിയത്തി, പിന്നെ വൈഫ്. കുഞ്ഞു മംഗലം കഴിച്ചോ? എന്റെ ഇത്ര നേരം ഫ്ലോട്ട് ചെയ്തത് വെറുതെ മംഗലം കഴിച്ചിന്. പിന്നെ ഇപ്പൊ എത്ര വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞു? ഇപ്പൊ ഒരു 2 വർഷമായി. തോന്നില്ല. യെസ്. എന്റെ പേരെന്താ? ഭാര്യയുടെ പേര് നഫീസ. നഫീസ. അപ്പൊ എന്തായാലും നഫീസേനോട് ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം പറയാം. ഇവിടെ കൊണ്ടുവരായിരുന്നു നഫീസേനേം കൂടെ. നഫീസ ശ്രീവിദ്യയുടെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഫാനാണ്. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അല്ല, ചേച്ചിയുടെ പ്രത്യേക അന്വേഷണം ഞാൻ ചേച്ചിയുടെ ഫാനാണ്, ഞാൻ പറഞ്ഞല്ലോ. ഒരു കുഴപ്പമില്ല. നഫീസക്ക് നമ്മൾ എല്ലാരും ഹായ് കൊടുത്തത്. നഫീസ അല്ല, നിങ്ങൾ ആരെങ്കിലും വേറെ ശ്രദ്ധിച്ചോ? നഫീസ ശ്രീവിദ്യയുടെ വലിയ ഫാനാണെന്ന് ഡയാന. ആ നഫീസയുടെ അന്വേഷണം പറഞ്ഞേക്കണേ.